ഫ്രണ്ട്സ് അസ്സലാമലൈക്കും. അപ്പം എന്താ മക്കളെ വിശേഷങ്ങളൊക്കെ സുഖല്ലേ? അപ്പം നോമ്പൊക്കെ തുടങ്ങിയ വിശേഷങ്ങളൊക്കെ ലേസിച്ചൊക്കെ ഞാൻ വിടട്ടോ. അപ്പം പത്തിരി കുഴക്കണുണ്ട്. അപ്പോൾ എല്ലാവരും രാവിലെ ചിലവരൊക്കെ രാവിലെ തുടങ്ങൂലേ, ഉച്ചക്ക് തുടങ്ങണോലുണ്ട്. ഞാൻ 4 മണിക്ക് നിസ്കാരമൊക്കെ കഴിഞ്ഞിട്ടാട്ടോ മക്കളെ ഈ പരിപാടിക്ക് നിൽക്കുക. എനിക്ക് എളുപ്പമുണ്ട്. ഇപ്പം ഇപ്രാവശ്യം ബേബികളൊക്കെ ഉണ്ട്. കഴിഞ്ഞ പ്രാവശ്യം നമുക്ക് ടിൻസ് ബേബി വയറ്റിലാണ് കേട്ടോ. ഈ പ്രാവശ്യം പോലും പിച്ച് വെച്ചൊക്കെ തുടങ്ങുന്നുണ്ട്. ഈ മാസം ലാസ്റ്റ് 29 തീയതിക്കൊക്കെ ഓൽക്ക് 1 വയസ്സ് തയ്യിട്ടോ. കുഞ്ഞുമണികൾക്ക് എത്ര ആയി എന്ന് ചോദിച്ചിരുന്നു കേട്ടോ. ഉണ്ണികൾക്ക് എത്ര ആയി എന്നൊരു ചേച്ചിയാണ് തോന്നുന്നു. അപ്പോൾ 1 വയസ്സായി തുടങ്ങുന്നുണ്ട് കേട്ടോ. ഒരു നോൽമ്പ് 15 ആയപ്പോഴാണ് ഞാൻ ഡെലിവറിക്ക് പോണത്. അപ്പോൾ അതിൻ്റെ മുന്നേ എനിക്ക് ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഞാനൊരു നോമ്പ് 15 കഴിയട്ടെ എന്ന് കരുതിക്കാണ്ടേ. കാക്കൂൻ്റെ വലിയ എത്താത്തിയും എൻ്റെ എത്താത്തിയല്ലേ ഇപ്പോൾ 1.5 ഉണ്ടായിരുന്നത്. എൻ്റെ എത്താത്ത തിരുവനന്തപുരത്തുമായിരുന്നു കേട്ടോ. അപ്പോൾ പിന്നെ കുറച്ചും കൂടി കൊണ്ട് ആവട്ടെ, ഓലെ സൽക്കാരം ഒക്കെ കഴിയട്ടെ എന്ന് കരുതിക്കാണ്ടേ പിടിച്ചണ്ട് നിന്നു കുറച്ച് ദിവസം. എന്നിട്ട് നോമ്പ് ഒരു 8-9 കഴിഞ്ഞോട് കൂടിയാണ് പോയി. അപ്പോൾ തന്നെ ഓപ്പറേഷനും കാര്യങ്ങളൊക്കെ കഴിഞ്ഞും ചെയ്തു കേട്ടോ. 34-35 ആഴ്ചയൊക്കെ ആയിട്ടുള്ളായിരുന്നു. പക്ഷേ നമുക്ക് അതിൻ്റെ മുന്നേ വേറൊരു സിസേറിയനും കൂടി കഴിഞ്ഞോണ്ടേ പെട്ടെന്ന് ഡോക്ടർ സർജറി ഒക്കെ ചെയ്തെടുത്തു കേട്ടോ. അപ്പോൾ അൽഹംദുലില്ലാ കുഴപ്പമൊന്നുമില്ല. അപ്പോൾ അതിങ്ങനെ ഓർമ്മ വരിക. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ഇങ്ങനെ കുട്ടികളിങ്ങനെ അപ്പൊക്കെ ഉണ്ടാക്കി തരി പറയുമ്പോൾ നിൽക്കാനൊന്നും നമുക്ക് കഴിയില്ലല്ലോ ടിൻസ് ബേബി ഉണ്ടാകുമ്പോൾ. അപ്പോൾ വയറ്റിലിങ്ങനെ താങ്ങി പിടിച്ച് കാണും ഇങ്ങനെ അപ്പം ചുട്ടീനൊക്കെ ഇങ്ങനെ ഓർത്തു കേട്ടോ. അന്ന് നമ്മളെ കാക്കൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഉമ്മ ഉണ്ടായിരുന്നു. ഉമ്മാക്കും അന്നും വയ്യ കേട്ടോ. എന്നാലും ഞാൻ ഇടയ്ക്കൊക്കെ പത്തിരിയൊക്കെ ഉണ്ടാക്കിയിരുന്നു. കസാൽമലൊക്കെ ഇരുന്ന് സ്റ്റൂളുമ്മ വെച്ച് കണ്ടൊക്കെ പത്തിരി പ്രസുമ്മല അമർത്തണമൊക്കെ രംഗമൊക്കെ ഇങ്ങനെ ആലോചിച്ച് നോക്കിയേ. അപ്പം അന്നൊന്നും നമുക്ക് വീഡിയോയും കാര്യങ്ങളൊന്നും ഇല്ലല്ലോ. അന്നൊക്കെ ഉണ്ടെങ്കിൽ നല്ല രസമായിരുന്നു അല്ലേ. ഉണ്ടല്ലോ ഉമ്മാക്ക് പത്തിരി ഉണ്ടാക്കാൻ പൂതിയ മക്കളെ. പൂതിക്ക് നിർത്താൻ പറ്റൂലേ. ബുബുവേ അവിടെ പോയി ഇരിക്കാനാ കേൾക്കണില്ല. ഇവിടെ വന്ന് കുത്തിറക്കാണ്. കാക്കു അറിയാ അങ്ങോട്ടങ്ങടെ ചായണ നോക്കിക്കോട്ടോ. അത് കത്താലൊന്ന് കാണു പോകും. അപ്പൊ പത്തിരിക്ക് ഒരേരും പുളിയില്ല കറി ഉണ്ടാക്കാട്ടോ. മറിയ ഉരുളങ്കിഴങ്ങോട് കറി ഉണ്ടാക്കിക്കളാന്ന്. സാധാ അരച്ചി വെക്കും പോലെ വെക്കുകയാണ് കേട്ടോ. വല്ലുള്ളി രണ്ട് തക്കാളി ഒരു പച്ചമുളകൊക്കെ അരിഞ്ഞിട്ട് കാണ്ടേ. പിന്നെ നമ്മള് ഇഞ്ചി പച്ചമുളകും ചീരുള്ളിയും വെളുത്തുള്ളിയൊക്കെ ചതച്ചിട്ടീനി. നമ്മൾ ചതച്ച് വെച്ചിന് തുള്ളി അത് കഴിക്കാൻ പാറ്റിട്ട മക്കളെ. അതൊക്കെ മതി. അങ്ങനെയൊക്കെ പോട്ടെ. ഇച്ചിരി വെള്ളമൊക്കെ പാർന്നിട്ടേ മല്ലിപ്പൊടി മുളക് പൊടിയൊക്കെ ഇടുക. അതൊക്കെ കരിവേപ്പിൻ്റെ താഴത്തുനിന്ന് മൂത്തച്ചിൻ്റെ അടുത്തുനിന്ന് കൊടുന്ന കേട്ടോ. ഇത് നനക്കാതെ ഞാൻ ഊരിക്കാണ്ട് ഇടുക. നനച്ച് കഴിഞ്ഞാൽ പിന്നെ ഒരു കറുക്കുകാണ്ട് ചെയ്യും. ഇനി അങ്ങനെ നമ്മൾ എടുത്ത് വെച്ചാൽ ഒരു കേടും ഉണ്ടാവില്ല. പിന്നെ നമ്മൾ ഉപയോഗിക്കണ നേരത്തെ എടുത്താൽ മതി. പൈപ്പ് നന്നാക്കിയില്ല മോളെ ചോദിച്ചിട്ടുണ്ട്. നന്നാക്കിയിട്ടില്ല പൊന്നാര താത്ത. കാക്കുവിനോട് ഞാൻ 10 രൂപ പൈപ്പ് കൊണ്ടു തന്നാലും മതിയായി. കാക്കൂന്റെ അങ്ങനെയൊക്കെ ഒരു കഥയാണ്. ശരിയല്ല കേട്ടോ. ലേശം മഞ്ഞപ്പൊടി മുളകും പൊടി കുറച്ച് മല്ലിപ്പൊടിയൊക്കെ ഇട്ടുകാണ്ടേ നമ്മൾ സാധാ അരച്ച് വെക്കണം. അതിന് അങ്ങോട്ട് വെക്കട്ടെ. മല്ലിപ്പൊടി കുറേ മുന്നേ കുറച്ച് പൊടിപ്പിച്ചതായിരുന്നു കേട്ടോ. കുറേ ആയി. അതിങ്ങനെ ലേസിച്ചങ്ങനെ ഉണ്ട്. പിന്നെ വല്ലാതെ അങ്ങോട്ട് മല്ലിപ്പൊടി ലേസ് തോനെ ഇടുന്നുണ്ട്. ഒരു പുളിയൊക്കെ അല്ലേ ഒരു ചോയൊക്കെ അല്ലേ ഒരു ചാറ് ഇട്ടാലോ. ഞാൻ ഉപ്പ് ഇടട്ടെ. പെഞ്ചീരകം നമ്മളെ ആദ്യം ചതവ് അരച്ചില്ലേ അതുണ്ട് കേട്ടോ. അതിലുണ്ടായിരുന്നു. ഞാൻ കുക്കറും മൂടിയാക്കാം കേട്ടോ. കുക്കർ ഉരുളങ്കിഴങ്ങ് കറി റെഡിയാട്ടെ. കുക്കറിൽ ഞാൻ ലേശം ചെറിയരിക്കഞ്ഞി വെച്ചതായിരുന്നു കുട്ടികൾക്കൊക്കെ. പിന്നാരെ മക്കളെ ഒരു പയ്യില്ലാത്ത വെട്ടത്തി ഉണ്ടായിന്.
അതും കാണാൻ. അതാ ഇതാണ് ഇപ്പൊ മാർഗം. ഇതുകൊണ്ട് പെട്ടെന്ന് യൂട്യൂബുകാരെത്താ കരുതാവും. ഇതെന്താ യന്ത്രം കരുതും. അതൊക്കെയാണ് ഇപ്പൊ യന്ത്രങ്ങൾ കേട്ടോ. അടുക്കളയിലെ യന്ത്രങ്ങളാണ് കണ്ടോളി. തേങ്ങ തുള്ളി ചേർന്നിപ്പിക്കാണ്ടേ അതിക്കാണ് അരച്ച് വരാം. അപ്പൊ ഒത്തിരി മച്ചി പൊരിക്കലുണ്ട്. പുകയത്തിട്ടമ്മ പുകാനെ ബുബുങ്ങള് ഞാൻ പറയുന്നു പൊരിക്കോളിങ്ങള്. ഉമ്മാക്ക് ഇതൊക്കെ ഭയങ്കര തൃപ്പതില്ല കാര്യാട്ടോ. തറവാട്ടിലായെന്നേ ഇമ്മനെ ഇരുന്ന് ഒറ്റക്ക് ഉണ്ടാക്കും പത്തിരിയും കുപ്പിരിയും. ഉമ്മ ഇന്നലെ കാക്കു പറഞ്ഞിട്ടുള്ളൂ ഞാൻ നല്ലൊരു ബിരിയാണി തിന്നീനെ ഉമ്മ ഉണ്ടാക്കിയാണ്. അപ്പൊ ഉമ്മാക്ക് വെച്ചാത്തോണ്ട് ബിരിയാണി ഇല്ല ബിരിയാണി ഇല്ല. ലേശം തേങ്ങ ഒന്നാണ് ചേരണ്ട കേട്ടോ. എന്നാ ചേരണ്ടി വെച്ചാല് പത്തിരിപ്പണിയൊക്കെ വെച്ചാല് ഞാൻ 2 മണിക്കും 3 മണിക്കൊന്നല്ല കേട്ടോ 4-5 മണിയൊക്കെ ആയിട്ടോ. പ്രത്യേകിച്ച് ഒന്നും ഉണ്ടാക്കണില്ല, എണ്ണക്കടി ഒന്നും ഉണ്ടാക്കണില്ല. കാരണം നമ്മളെ ഋതു ഇല്ലോണ്ടേ ഡോക്ടർ ഇനി നാളെ ബുക്ക് ചെയ്തിരുന്നു. അപ്പൊ അവിടെ ഇല്ല കേട്ടോ. ഇനി നാളെ ടെസ്റ്റ് ചെയ്ത് കാണ്ടേ നാളെ ഒന്ന് വേറെ ഡോക്ടറെ കാണിച്ചു നോക്കട്ടെ. എന്നാലും എണ്ണക്കടി ഒന്നും തിന്നാനായിട്ടില്ലല്ലോ. അപ്പൊ അതൊന്നുമില്ല. ലേശം തരി ഉണ്ടാക്കണം കേട്ടോ. എനിക്കും ഉമ്മാക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ് തരി. കുടിച്ചാല് നല്ല ക്ഷീണം മാറും കേട്ടോ. ചിലവരാരും ക്ഷീണം ആരും പറയും. എടുക്കാ പോണോ? പ്രസ്സൊക്കെ ഞാൻ കൊണ്ടുവരാം. നിങ്ങൾ പ്രസ്സിന് പോവാ. നിങ്ങൾ പോയി കടന്നാണ്. നിങ്ങൾ ഞാൻ പ്രസ്സിമലൊന്ന് അമർത്തി തരും. ഇമ്മാരെ പൂതിയല്ലേതിയാണ്ട് അയച്ചതാട്ടോ. ഇമ്മാരെ പത്തിരിപ്പണിക്കൊന്നും നിർത്താൻ പറ്റൂല. ഇമ്മാക്ക് വല്ലാത്ത പൂതിയാണ് കേട്ടോ. പുകാ പോണു എവിടെ കുത്തർക്ക് ഇമ്മ പത്തിരി നിങ്ങൾക്ക് ഭർത്താൻ വയ്ക്കൂല. നിങ്ങൾ പണി കുത്തർന്നാണ് ആ ഭർത്താൻ വയ്ക്കൂലേ. ഇങ്ങോട്ട് പോരുമ. നിങ്ങള് കൊറേ പത്തിരി പറ്റീനല്ലേ ആ നലപ്പകാലത്ത് മുഖൂന് ഞങ്ങള് പറയല്ലേ. ഇച്ച് പേടിയാണ് നിങ്ങളെ പത്തിരി. നിങ്ങൾക്ക് പത്തിരി അമർത്താൻ വയ്ക്കൂലമ്മ. മാരെ പൂതിയാട്ടാ മക്കളെ. എന്താ കാട്ടുന്നത്? പത്തിരിയൊക്കെ 2 കിലോനും 3 കിലോനും ഒക്കെ ഒറ്റക്ക് ഉണ്ടാക്കിയതിന് അമ്മയാണ്. ഇപ്പൊ ഉമ്മാക്ക് വെച്ചട്ടോ. വെച്ചെങ്കി ഇമ്മ നിങ്ങളവിടെ നിക്കി പറഞ്ഞ കേൾക്കൂല. ഒരു കാര്യം കേൾക്കൂല. അത് നാത്തൂനും അതന്നെ പറയട്ടോ. അമ്മാനെ കൊണ്ടാൻ പേടിയല്ല. പറഞ്ഞാൽ കേൾക്കില്ല. അവിടെ വെച്ച് പോയി കരണ്ടൊക്കെ പോയാലേ എഴുതിക്കണ്ടേ വേഗം ചതച്ചിടട്ടോ. ഞാൻ അരക്കട്ടെ. നയിക്കാൻ കറി തുമ്മിച്ചാലേ അത് കഴിച്ചോലോ വേഗം. നേരെ കൊറേ ആയി. ഞാൻ നോക്കുമ്പോ ഒറ്റ കുട്ടികളൊന്നും നോക്കാൻ കിട്ടൂല. ശൈമോളി ഋതുവിനെയൊന്നും. ഇതമ്മക്ക് തരിക്കഞ്ഞിക്ക് എടുക്കാട്ടോ. ഞാൻ തേങ്ങാപ്പാല തരിക്കഞ്ഞി ഉണ്ടാക്കട്ടോ. അല്ലാതെ നമ്മളെ മറ്റേ പാലുണ്ടാക്കൂല. അത് പ്രകൃതിദത്തമായിട്ട് ഉണ്ടാക്കണം. അപ്പോഴല്ലേ അതിന്റെ ടേസ്റ്റ്. രണ്ട് വെളുത്തുള്ളിപ്പാണ് ഇടുന്നുണ്ട് കേട്ടോ. വെളുത്തുള്ളിപ്പാണ പച്ചയാട്ടോ മക്കളെ. ഉണങ്ങിയിട്ടില്ല. ഇത് ഞാൻ കേക്കിക്കാണ്ടേ ഒന്നും കൂടി ഒന്ന് ഉണക്കിയൊക്കെ നോക്കി കേട്ടോ വെളുത്തുള്ളി. അതാ പിന്നെ ഞാൻ കകാത്ത കേക്കിലാരണ്ട ചീരുള്ളി കേക്കിട്ടോ. അട്ടകാരുണ്ടാക്കലിമാരെ ഒരു പൂതി ജാതി പൂതിയൊക്കെ ഉണ്ടായാലേ തേങ്ങ അരച്ച കെട്ടിട്ട മക്കളെ. അമർത്തണോന്നല്ല കേട്ടോ. ഡോക്ടർ എക്സസൈസ് ഒക്കെ ചെയ്യാൻ പറഞ്ഞിരുന്നു. നമ്മ കയ്യിലൊന്നും വെക്കൂല. അതാണ് അമ്മ. അത് കരഞ്ഞിട്ടില്ലമ്മ. കരഞ്ഞിട്ടില്ലതേ. ആ എത്തണമ്മ. നമുക്ക് വെക്കൂലമ്മ. അങ്ങോട്ട് നിക്കേ.
ഇതിപ്പോ ഇങ്ങനെ തന്നെ കേട്ടോ മക്കളെ, പറഞ്ഞാൽ കേൾക്കൂല. മാപ്പിനും പറയും പറഞ്ഞാൽ കേൾക്കൂല, അമ്മ അവിടെ ഇരിക്കുക എന്നാൽ കേൾക്കൂല. നിങ്ങൾക്ക് വയ്ക്കൂല, നിങ്ങൾക്ക് വെജാത്ത പണി നിങ്ങൾ എടുക്കല്, നിങ്ങൾ നിൽക്കി. അത് കട്ടിപ്പത്തിലാവുമ്പോ നിങ്ങൾക്ക് സത്തില്ലേ ഊടമ്മ വയ്ക്കൂലമ്മ. നിങ്ങൾ വെജാത്ത പണിക്ക് നിൽക്കല് ചൊളുപ്പണ് കൊഴുപ്പണ്. നിങ്ങളിവിടെ എവിടെയാണ് കുത്തറന്നാണ് എവിടെയാണ് കുത്തിർക്കുന്നത്? ഇങ്ങനെ തന്നെ മക്കളെ ഗ്യാസിന്റെ അടുത്തെന്ന് വെച്ചാൽ മോണിറ്റേഷൻ തരൂല യൂട്യൂബ്. വയസ്സായതിന് അവിടെ ഗ്യാസിന്റെ അടുത്ത് ഇരിക്കാറ്. ഇതിന്റെ സമയാണ് ആ പോണത്. ഇത് പക്ഷെ 10 പണി ഉണ്ടാക്കണ മാതിരിയാണ്. ആ സാങ്കേതിക പോവാ എന്താ അമ്മ, അമ്മക്ക് കുഴപ്പമില്ല കാര്യം ഞങ്ങൾക്ക് അറിയില്ലേ. നമ്മളെ അമർത്തും പെട്ടെന്ന് തന്നെ നമ്മളെന്നെ ചുടും. ഞാനാരും കാത്തിക്കലില്ലായിരുന്നു. കുട്ടികളെ നോക്കമ്മ പത്തിരി എത്തമ്മ പത്തി കഴിയണമ്മ. ഉമ്മക്ക് ഉൾപ്പെടുക്കാൻ വെക്കണില്ലേ? പത്തിരിയൊക്കെ മുത്തിരിയായി. പത്തിരി മുത്തിരിയായി. അങ്ങനെ വർഷങ്ങൾക്ക് ശേഷം പത്തിരി ഉണ്ടാക്കി. ചെറിച്ച പൂപ്പും കളിച്ച് പേടിയാണ്. പത്തിരി ഉണ്ടാക്കാതെ പൂരി. ഉമ്മ അങ്ങനെ തന്നെ കേട്ടോ. ഉമ്മാക്ക് 2 പത്തിരി കിട്ടണം, ലേസം തരിക്കഞ്ഞിയും കിട്ടണം. നമ്മളിവിടെ തരിക്കഞ്ഞി അറിയാം, നിങ്ങളൊക്കെ എന്താ പറയല്? അതേപോലെ ഞങ്ങള് തറവാട്ടിലൊക്കെ ആയിരുന്നു പാലേക്കാര് പഴം നുറുക്കിയിട്ട് കാണ്ടേ സാബുനരിയൊക്കെ ഇട്ടുകാണ്ട് നല്ല ടേസ്റ്റാട്ടോ. ഒരു ഏലക്കായൊക്കെ ഇട്ട് ഇച്ചിരി പഞ്ചാരയൊക്കെ ഇട്ടുകാണ്ട് നെയ്യിലൊക്കെ തൂമിച്ചാല് നല്ല ടേസ്റ്റാ. തേങ്ങാപ്പാല ഉപയോഗിക്കട്ടോ. ഞാൻ എല്ലാത്തിനും തേങ്ങാപ്പാല അതിന്റെ ശരിക്കും ശാസ്ത്രീയ രീതി അല്ലേ. മറ്റേ അധികം ആളുകൾ പാലിലൊക്കെ ഉണ്ടാക്കും. പാലിൽ അതിന്റെ ടേസ്റ്റ് കിട്ടൂല. കിട്ടും, കിട്ടായി അല്ല, പക്ഷെ അതിന്റെ ശാസ്ത്രനാമം തേങ്ങാപ്പാലാണ്. കാക്കൊരു തേങ്ങാപ്പാല് തേങ്ങ ഇല്ലാതെ എനിക്ക് ജീവിക്കാൻ പറ്റൂല. 2 തെങ്ങ് ഞാൻ ഉണ്ടാക്കി. ആ 2 തെങ്ങും കാക്കു അപ്പ ആ തെങ്ങിന്റെ കൂട്ടിൽ കൊണ്ടേക്കാണ് തിരിച്ചു കൊടുക്കും. പിന്നപ്പോ അതിന് കച്ചറുണ്ടാക്കും. ചെറിയ നാത്തൂരൊരു തെങ്ങുണ്ട്, അതും അങ്ങനത്തെ തെങ്ങ. മതിഞ്ഞ് പോയിക്കാണി മാങ്ങള് കുടിച്ച് പേടിയാണ്. അപ്പൊ താത്ത വരാനായോട്ട് ഏട്ടത്തി തിങ്കളാഴ്ച എത്തൂട്ടോ ഇൻഷാ അള്ളാ. പനിയാണ് കാരണം, ചെറുതായിട്ട് പനിച്ചിട്ടുണ്ട് കാരണം. ഞാൻ പറഞ്ഞു മാസ്കൊക്കെ വെച്ചോണ്ടിയായിരുന്നു. ഇപ്പൊ ഞാൻ പേടിയാണ് ഓളെ കാര്യത്തില്. എന്നാലും കുഴപ്പമൊന്നുമില്ലടി അൽഹംദുലില്ലാ ഒക്കെ പറഞ്ഞു. ഞാൻ പറഞ്ഞു എല്ലാവർക്കും വേണ്ടി ദുആ ചെയ്യോണ്ടി എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. എല്ലാവർക്കും ഒന്നും ആ ഭാഗ്യം കിട്ടണില്ലല്ലോ അല്ലേ. പൈസയും കാര്യമൊന്നും ഉണ്ടായിട്ട് കാര്യമല്ല, നമുക്ക് അങ്ങോട്ട് പോകാനുള്ള സാഹചര്യം വേണം. ഒരു 1.5 കിലോ പാട്ടിക്കണം കേട്ടോ മക്കളെ. 2 കിലോ പാലുണ്ടാവും, അല്ലെങ്കിൽ ഉണ്ടാവൂല, പിടിയായിരിക്കും. ചെറുകടി എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ പിന്നെ ബാക്കിയാക്കാൻ കേട്ടോ. ചെറുകടിയൊന്നും ഉണ്ടാക്കുന്നില്ല നമ്മളെ വിധുവിനെ പേടിച്ചു കണ്ട്. അല്ലെങ്കിൽ പിന്നെ പത്തിരിയൊക്കെ പോണ വെച്ച് കാണില്ല. ഇറച്ചിക്കറിയൊക്കെ വേണം പത്തിരിക്ക്. തേങ്ങ വറുത്തരച്ച് കണ്ടൊക്കെ. നാളെ ഏതായാലും ടെസ്റ്റ് ഒക്കെ കഴിഞ്ഞ് വരട്ടെ. താഴത്തുനിന്ന് കാക്കൂന്റെ അമ്മ ഉണ്ട് കരയുണ്ട്. കുറച്ചൊക്കെ തിന്നാ, 1 മാസമൊക്കെ ആയില്ലേ അറിയുന്നത്. അച്ഛന്റെ വെള്ളമൊക്കെ കൂട്ടാലേ. അങ്ങനെയാണെങ്കിലേ ഇത് നോൽമ്പൊക്കെ ആവുമ്പോ നമ്മക്ക് നോമ്പ് വെക്കണ മനുഷ്യന്മാരല്ലേ.
ഉമ്മാക്കൊക്കെ ഭയങ്കര തൃപ്പതിയാ കേട്ടോ. ഉമ്മാന്റെ ഏട്ടത്തിയൊക്കെ ഭയങ്കര തൃപ്പതിയാ. ആ കാലൊക്കെ പോയി നല്ല രസമായിരുന്നു തറവാട്ടിൽ നിന്നൊക്കെ. കൊറേ പണി ഉണ്ടാവും എന്നാലും രസാണ്. അവിടെ അപ്പത്തല്ല ഇപ്പത്തെ തിമ്മാക്ക് എടുത്തിടാൻ കജൂല. ഞാൻ തന്നെയാണ് ഇതിന്റെ ഓണറേ. നമ്മ ബുക്കാ ഇതാണ് തൊഴിൽ. നമ്മ ആ പത്തിരിയൊക്കെ കുത്തിരി ആക്കി തോന്നുന്നത്. കുത്തു വന്നു ആ പത്തിരിക്ക് കുത്തും കൂടി പാടില്ല. നല്ല പൊടി നല്ലോണം പൊടിഞ്ഞിരുന്നു കേട്ടോ. നല്ല പൊളച്ച് വരുന്നുണ്ട്. ഞാൻ കൊറേ നേരം കുഴക്കലൊന്നുമില്ല മക്കളെ. വെക്കൂല കൊറേ നേരം കുഴക്കാൻ. അങ്ങനെ കുഴക്കലൊന്നുമില്ല. അല്ലേലും ഞാൻ കുഴക്കലൊന്നുമില്ല. അല്ലോ അന്നാവരൊക്കെ ഉണ്ട്. ഇമ്മ അതൊക്കെ കരിഞ്ഞ് കുരുങ്ങി കത്തി കരിഞ്ഞ ഷാറൂഖാനായിട്ടുള്ളതൊക്കെ കേട്ടോ. കത്തി കരിഞ്ഞ ഷാറൂഖാനാണ്. മക്കളെ അതിൻ്റെ അടിയിൽ കൂടെ ക്യാമറ ഇങ്ങനെ ഓഫ്. നമ്മളെ ഉരുളക്കിഴങ്ങ് റെഡി ആയിട്ടുണ്ട്. അതിക്ക് ഞാൻ രസം തൂമിച്ചിട്ടോ ചീരുള്ളി വെക്കിയപ്പോഴേ ചീരുള്ളി വേറെ പോന്നിക്കുക. പിന്നെ അരിഞ്ഞിടുകയാണ് തളച്ച വെളിച്ചെണ്ണ. ചീരുള്ളി പായ ചീരുള്ളിക്ക് മനസ്സിലായിക്കണ തളച്ച എണ്ണയ്ക്കേ നമ്മള് സാധനമൊന്നും വാങ്ങിയിട്ടില്ല കേട്ടോ മക്കളെ. കല്ലിനനുസരിച്ച് അങ്ങനെ ഒപ്പിച്ച് പോട്ടെ. എന്നാലും കുഴപ്പമില്ല. എല്ലാം ഓണം അൽഹംദുലില്ലാ. ഇതും കിട്ടാത്ത എത്രയോ മനുഷ്യന്മാരുണ്ട് അല്ലേ. അപ്പൊ ഞാൻ ആ കറി ഒന്നാണ്ടേ തൂമിച്ചിട്ടോ. നമ്മളെ ചുമ കുറെ നേരം ഒന്ന് പാടി നോക്കി പോകണം. അപ്പൊ ഞാൻ കുറിയരി കഞ്ഞി ഉണ്ടാക്കിന്ന് അറിഞ്ഞില്ലേ. ഓള് സ്കൂൾക്കും പോയിന് കേട്ടോ. പള്ളം കിട്ടില്ല. ഓരൊക്കെ സ്കൂളിൽ തന്നാ ചോറ് നിന്നാണ് നോൽപ്പൊക്കെ ആയിട്ട്. തേങ്ങ ചേരണ്ടട്ടോ നമുക്ക് ദീക്കേ കരിക്കുന്ന എളുപ്പം പണിയും കഴിച്ചാലേ. നമ്മൾ അടിപൊളി ഉരുളക്കിഴങ്ങൊക്കെ റെഡി ആയിട്ടുണ്ട്. പത്തിരിപ്പണി കഴിഞ്ഞു കേട്ടോ. അടുപ്പത്ത് വെക്കണം എന്നൊക്കെ വലിയ ആഗ്രഹം ഉണ്ടായിരുന്നു. ആ ഒരു മുട്ടിക്കണ്ടാണ്. പിന്നെ ഞാൻ അതിന് നിന്നില്ല. അടുപ്പ് കത്തിച്ചണം. ഇടയ്ക്കിടയ്ക്ക് അടുപ്പ് കത്തിച്ചണം. കരിവേപ്പിലൊക്കെ കണ്ടുകാണ്ട് ഒരു തുള്ളി എണ്ണീരം തൂമിച്ചാൽ നമ്മളെ വിധുവിനും തന്നെ ഒന്നൊരു കൂട്ട. എണ്ണയൊന്നും ഇപ്പൊ വലിയ നല്ലതൊന്നല്ലല്ലോ. ചോയും പുളിയിലെ കറി ഉണ്ടായാൽ മതില്ലേ. തേങ്ങ അരച്ച് വെച്ചിട്ടുണ്ടിട്ടാ ഞാൻ അതിലേക്ക് പാരട്ടെ. കറി നല്ലോണം വേണം കേട്ടോ. ഇവിടെ ഓൾക്കൊക്കെ നല്ലോണം കറി വേണം. പാത്രം മോറാനൊക്കെ ഉണ്ട്. അതൊക്കെ നമ്മളെ ഷെയ്മോളും കൂടി തരും കേട്ടോ. അപ്പോത്തിന് അവിടെ വന്നിട്ടുള്ള പേക്കൂട്ടി അറിയുന്നുണ്ട് മക്കള്. നമ്മളെ വിശേഷങ്ങളൊക്കെ അതാണ്. നമ്മളെ അടിപൊളി ഉരുളൻകിഴങ്ങും റെഡി ആയിട്ടുണ്ട്. എന്താ അപ്പം അതിന് കുഴപ്പം മക്കളെ. നല്ല എരും പുളിയൊക്കെ അല്ല ഉരുളൻകിഴങ്ങും നല്ല അടിപൊളി പത്തിരി. നല്ല അടിപൊളി പത്തിരി.
നമ്മളെ പത്തിരിപ്പണിയൊക്കെ കഴിഞ്ഞിട്ടോ മക്കളെ, കറിയും കഴിഞ്ഞു. ഇനി നമുക്കൊരു തരിക്കഞ്ഞിയും കാച്ചണം കേട്ടോ. അപ്പം അതിനുള്ള പരിപാടിയാണ്. എനിക്കും ഉമ്മാക്കും കാക്കൂനൊക്കെ നിർബന്ധമാണെന്ന് പറഞ്ഞില്ലേ, ആ ഇത്തിരി കുടിച്ചിട്ടില്ലേ ഒരു സമാധാനക്കേട് കേട്ടോ. ഇനി വേറെ ഒന്നും ഇല്ലെങ്കിലും അപ്പം ഇതാക്കണ് അളന്ന് പാരുന്നുണ്ട് കേട്ടോ. ആർക്കൊക്കെയാണ് വേണ്ടിയതെന്ന് ഞാൻ ചോദിച്ചു. ഇടയ്ക്കിടയ്ക്ക് ക്യാമറ ഓഫ് ആകുന്നുണ്ട്. അപ്പോൾ കുറേ നേരം ഇങ്ങനെ വർക്ക് ചെയ്യിച്ചുമ്പോഴേ അതിൻ്റെ ഇടയിൽ ഞാൻ ബേബിയൊക്കെ പോയി പാലൊക്കെ കൊടുത്തു കേട്ടോ. എന്നിട്ട് ഞാൻ ഇത് അളന്ന് പാരുന്ന എന്താ വെച്ചാൽ ആർക്കൊക്കെയാണ് വേണ്ടത് അതിനനുസരിച്ച് അങ്ങോട്ട് ഉണ്ടാക്കിയിട്ടാലേ, മറ്റേ കുറേ ഉണ്ടാക്കിയിട്ടാൽ പിന്നെ നോമ്പല്ലേ, നേരം പോലത്തെ ആരും കുടിച്ചൂലല്ലോ. അപ്പോൾ ഒരു 5-6 ഗ്ലാസ് അങ്ങോട്ട് പാർന്നു കേട്ടോ. ഇനി നമുക്ക് തേങ്ങാപ്പാലും പാരുമല്ലോ. അപ്പോൾ ഒന്നും കൂടിയാണ് റെഡി ആവുമല്ലോ. അപ്പോൾ ആ വെള്ളം തിളച്ച് കഴിഞ്ഞിട്ട് ഞാൻ ലേസം സേമിയ എടുത്ത് കാണ്ട് അതിക്കടെ നുറുക്കിയിടട്ടെ കേട്ടോ. വറുക്കൊന്നുമില്ല കേട്ടോ മക്കളെ, ഞാൻ വറുക്കലൊന്നുമില്ല. അതൊന്നാണ് പൊതിർന്ന് റെഡി ആയി കഴിഞ്ഞാൽ അതിക്ക് ഞാൻ ലേസം റവ ഇട്ട് കാണ്ടാണ് ഇളക്കി ലേസം ഉപ്പ് അങ്ങോട്ട് ഇടും കേട്ടോ. എന്നിട്ട് നന്നായിട്ട് ഒന്നാണ് കുറുകി കഴിഞ്ഞാൽ നമുക്ക് തേങ്ങാപ്പാലൊക്കെ പാർന്ന് കാണ്ടേ തന്നെ കുറച്ചും കൂടിയാണ് കൂടുമല്ലോ. അപ്പം തേങ്ങ അരക്കുമ്പോൾ തന്നെ ഞാൻ 2-3 ഏലക്കായ ഇട്ട് കാണ്ട് അതിക്കൂടെയാണ് അരക്കലാട്ടോ. മറ്റേ കുട്ടികൾക്ക് പറ്റൂല, ഓലിങ്ങനെ പായസം കുടിച്ചുമ്പോൾ ഏലക്കായ കടിച്ചുമ്പോൾ ഓൽക്ക് പറ്റൂല. മറ്റേ അതിൻ്റെ ഒരു ചൊയ വരുമല്ലോ, അല്ലെങ്കിൽ പിന്നെ നമ്മൾ ഏലക്കായ പൊടിച്ച് വെക്കണം. അപ്പം കണ്ടമാന ഏലക്കായൊന്നും ഇല്ല. അപ്പം ഞാൻ എന്താ കാട്ടുക, 2-3 അതിലിട്ട് കാണ്ടാണ് അരച്ച അതിൻ്റെ ഒരു ചൊയയും പുളിയും വേറെ കിട്ടുമല്ലോ. നല്ലോണം പറ്റൂല, കൂടുതലുണ്ടായി കഴിഞ്ഞാൽ ചൊയ കുത്തു കൂടി കഴിഞ്ഞാൽ ഓൽക്ക് പറ്റൂല. എടിയാ പൊന്നൂനും മിന്നൂനും ഒരു പത്തിരി തുള്ളി കറി അറന്ന് കൊടുത്തൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. ലേസ റവ എടുത്തുകാണ്ട് ഞാനതൊന്ന് നോക്കട്ടെ കേട്ടോ. കുറേ മുന്നേ കൊടുന്ന് വെച്ചതൊക്കെ ആയിരിക്കും. അപ്പം അതിൽ പുഴു എന്തെങ്കിലുമൊക്കെ ഉണ്ടോ എന്നാണ് തപ്പി തെരഞ്ഞു നോക്കണത് കേട്ടോ. എൻ്റെ ഇടയിൽ മക്കളെ ഞാൻ വോയിസ് കൊടുക്കുക കേട്ടോ. മക്കൾ ഇങ്ങനെ കരഞ്ഞിട്ട് നല്ല ശബ്ദം ഉണ്ടാവും. അപ്പം ഞാൻ എന്ത് കേട്ടാണ് വോയിസ് കൊടുത്താൽ പിന്നെ അതിൻ്റെ ഇടയിൽ നമ്മളെ ഇച്ചുമ്മ ഇങ്ങനെ വന്ന് നോക്കി പോകുന്നുണ്ട് കേട്ടോ. ഓൾ അങ്ങനെ തന്നെ കേട്ടോ, കുട്ടികളല്ലേ, ഓൾക്ക് നോമ്പൊന്നുമില്ല കേട്ടോ. 7 വയസ്സല്ലേ ആയിട്ടുള്ളൂ. ഓളെ കൊണ്ടൊന്നും ഇപ്പോൾ നോമ്പ് വെപ്പിച്ചാനായിട്ടില്ലല്ലോ. അപ്പം ഞാൻ അടുക്കളയിൽ ഉണ്ടാക്കുമ്പോൾ തുടങ്ങിയിരിക്കണം ഇങ്ങനെ വട്ടം പിടിച്ചിരിക്കല്ലേ. അപ്പോൾ പത്തിരി ആയപ്പോൾ ഞാൻ പത്തിരിയും ചാറൊക്കെ കൊടുത്തു കേട്ടോ. അത് തിന്നിട്ട് ഇനി എപ്പോഴാണ് പായസം ഉണ്ടാക്കുക എന്ന് ചോദിച്ചു കാണ്ടാണ് ആ നടക്കുന്നത് കേട്ടോ. ഓൾക്കൊരു സമാധാനവും ഇല്ല, ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വന്ന് പാളിയൊക്കെ പോവുകയാണേ. കുട്ടികളല്ലേ, എപ്പോഴൊന്നും ഇല്ലല്ലോ. ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവുമ്പോഴാണ് കുട്ടികൾക്ക് ഭയങ്കര സന്തോഷമാണ് കേട്ടോ. പ്രത്യേകിച്ച് ഇച്ചുമ്മാക്കൊക്കെ. അപ്പോൾ എണ്ണക്കടി എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കും കരുതികൊണ്ട് വന്ന് പാളിയൊക്കെ പോവുകയാണേ. അപ്പം നമ്മളെ റിതുവിന് വയ്യാത്തതല്ലേ, ഞാൻ അവളോട് പറഞ്ഞു കാക്കൂന് വയ്യാത്തതല്ലേ, അപ്പം നമുക്ക് പിന്നെ ഉണ്ടാക്കാമെന്ന് പറഞ്ഞിട്ടേ ഇടയ്ക്കിടയ്ക്ക് വന്ന് പാളിയൊക്കെ പോവുകയാണ്. എന്തൊക്കെ ഉണ്ടാക്കണമെന്ന് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. എന്നാ നോമ്പ് വരിക എന്ന് ഇടയ്ക്കിടയ്ക്ക് ചോദിച്ചു. കുട്ടിക്ക് അറിയാം വൈകുന്നേരം ആകുമ്പോൾ എന്തെങ്കിലുമൊക്കെ ഒരു പരിപാടികളൊക്കെ ഉണ്ടാവുന്നേ. അത് ഭയങ്കര ഒരു തീർപ്പതിയുള്ള കാലമാണല്ലോ അല്ലേ. കുട്ടികളെ നമ്മളൊക്കെ അങ്ങനെ തന്നെ അല്ലായിരുന്നു അടുക്കളയിലൊക്കെ അല്ലേ. വണ്ടി പാഞ്ഞിങ്ങനെ ഇടയ്ക്കിടയ്ക്കൊക്കെ വന്ന് നോക്കും. ഇനിയിപ്പോൾ നോമ്പ് നോറ്റാലും അങ്ങനെ തന്നെ നമ്മളെ ഋതുവും ഷെയ്മോളൊക്കെ അങ്ങനെ തന്നെ കേട്ടോ, ഇങ്ങനെ വന്ന് നിൽക്കും ഇടയ്ക്കിടയ്ക്ക് അടുക്കളയിൽ. അപ്പം നമ്മളെ റവ റെഡി ആയിട്ടുണ്ട് കേട്ടോ. റവയും സേമിയയും റെഡി ആയിട്ടുണ്ട്. അപ്പം ഞാൻ അതിക്ക് തേങ്ങ അരച്ചുകാണ്ടാണ് പാർന്നു കേട്ടോ. തേങ്ങ അരച്ചുകാണ്ട് തേങ്ങാപ്പാലാണ് പാർന്നു കേട്ടോ മക്കളെ. പറയുമ്പോൾ നോമ്പല്ലേ, അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറിപ്പോണുണ്ട്. അപ്പോൾ ഇതാക്കണ നന്നായിട്ട് റെഡി ആയിട്ടുണ്ട്. ഒന്ന് നന്നായിട്ട് അയക്കണം കേട്ടോ, അല്ലാന്നുണ്ടെങ്കിൽ തണുത്ത് കഴിയുമ്പോഴേ കട്ട പിടിച്ചും. അപ്പം ഇപ്പം നല്ല ചൂടല്ലേ, അപ്പോൾ അതാണ് ഞാനിങ്ങനെ അയച്ച് വെച്ചിരിക്കണത് കേട്ടോ. അപ്പോൾ ഇതാക്കണ ചൂടാറിയിട്ടല്ല നമ്മൾ കുടിക്കും ചെയ്യുക. ഇനി ഈ പാത്രങ്ങളൊക്കെ മോറാണ്ട് അപ്പം ചെയ്യുമോളുണ്ട് അതിൻ്റെ അടിയിൽ കൂടെ അങ്ങ് വിളിച്ച് പറയണേ ഞാനും കൂടി തരാം, മങ്ങൾ പടം വെച്ചാളിയൊക്കെ എല്ലാം കൂടി ഇരിക്കണ്ടെന്ന് പറയുന്നുണ്ട് കേട്ടോ. ഞാൻ പിന്നെ അതിനൊന്നും കാത്തുക്കല്ല കേട്ടോ. ഞാൻ അപ്പത്തെ പാത്രങ്ങൾ അപ്പം തന്നെ മോറി വെക്കും. ഇപ്പം ബേബി കഴിച്ചില്ലോണ്ടാണ് കേട്ടോ. പൊന്നുമ്മയാണ് എൻ്റെ അടുത്ത്. പൊന്നുമ്മ അങ്ങനെ കരിഞ്ഞ് നടക്കുക മുട്ടുത്തിക്കാണ്ട് താഴെ കൂടെ. നമ്മളിനിപ്പോൾ 2 ദിവസം നോമ്പ് നോറ്റു കഴിഞ്ഞാൽ പാലൊക്കെ കമ്മിയാവുമല്ലോ. ഓൽക്കൊക്കെ 1 വയസ്സെല്ലാം ആയിട്ടുള്ളൂ. അപ്പം ഇങ്ങനെ കരഞ്ഞ് നടന്നപ്പോൾ ഞാൻ എടുത്തുകാണ്ട് ഒക്കത്ത് വെച്ചതാണ് കേട്ടോ. ഏകദേശം ക്ലീനിങ് പരിപാടിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ചട്ടിയും കുടിക്കൊക്കെ ഞാനാണ് അപ്പം തന്നെ മോറി വെച്ചിരുന്നു. ഇനിയിപ്പോൾ ഇതൊക്കെ ഉണ്ട്, അതൊക്കെ ഇനിയിപ്പോൾ നോമ്പ് തുറക്കാനാവുമ്പോഴോ അല്ലെങ്കിൽ നോമ്പ് തുറന്നിട്ടോ എന്തെങ്കിലുമൊക്കെ ചെയ്യാം. അപ്പോൾ ചോറൊന്നും വെച്ചിട്ടില്ല. ഞാൻ പറഞ്ഞ ചോറ് ഞാനൊരു 11-12 മണിക്കൊക്കെ രാത്രി കിടക്കാൻ നേരത്തെ അങ്ങോട്ട് തീമടലാട്ടോ. ബാക്കിയുള്ള പരിപാടികളൊക്കെ ഞാൻ പെലച്ചക്കാണ് ചെയ്യലാണ്. അപ്പം നമ്മൾ പായസം റെഡി ആയിട്ടുണ്ട്. ഇനി അതിക്കാണ് തൂമിച്ച് പാരട്ടോ.
വല്ലുള്ളിയിലാണ് തൂമിച്ചത്. അപ്പം അമ്മ അങ്ങനെ പറയണ്ടിന്റെ മടിക്കൂട് വെച്ചോണ്ട് അതിനും കൊണ്ട് കാണും കൈജൂല എനിക്ക് അറിയണ്ട്. മക്കളെ ഒരു നെജും കുപ്പി ഇടുന്നവര് കൊറേ നേരമായി കാക്കുവിനോട് പറയണ്ടായിട്ടോ ഇത് കൊടുന്ന കുപ്പി വലുത് കഴിഞ്ഞില്ല പീടിയില്. ഇത് ഞാൻ എത്ര ദിവസം ഉപയോഗിക്കും ഇങ്ങനെ ഇതിക്ക് ഒരു തുള്ളി നെയ്യ് വെച്ചിട്ട് വല്ലുള്ളിയിൽ തൂമിച്ചെടുത്താൽ നല്ല ടേസ്റ്റ് ആണ് കേട്ടോ. പണ്ടിന്റെ അമ്മയൊക്കെ എപ്പോഴും ഉണ്ടാക്കിയിരുന്നു. അപ്പൊ തരക്കഞ്ഞി കണ്ടില്ല നിങ്ങള്? അത് അളന്നെടുത്തത് വെള്ളാട്ടാ മക്കളെ. അളന്നെടുത്താലേ നോമ്പ് മുപ്പിന് തരക്കഞ്ഞി കുടിച്ചണം. നോമ്പിന് തരക്കഞ്ഞി കുടിച്ചണം. അളക്കണ്ടി വരും ഞാന്. റാക്കിന്റെ മുകളില് അണ്ടിപ്പരിപ്പ് മുന്തിരി തുള്ളി ഉണ്ട്. പാത്തച്ചാട്ട മക്കളെ ഒരു കിറ്റ് കിട്ടീന് അൽഹംദുലില്ലാ. അതിന്റെ പാത്തച്ചാണ് ഞാൻ കേട്ടോ. അതിലെല്ലാം നമുക്ക് സേമിയം റവ പിന്നെ നെയ്യൊന്നുമില്ല കേട്ടോ. നെയ്യുടെ ഒരു പാക്ക് ഉണ്ട്. ഒരു ആർക്കേജ് ഇട്ടിച്ചാൽ ഞാൻ ടേസ്റ്റ് ഇല്ലല്ലോ. മിൽമന്റെ നെയ്യില് കത്തി കൊണ്ടുപോയല്ലോ മക്കള്. തന്നെയാണ് കേട്ടോ മക്കളെ കത്തി അവിടെ. അപ്പൊ ലേസം അണ്ടിപ്പരിപ്പ് മുന്തിരിയും ചായപ്പൊടിയും പിന്നെ ഒരു തുള്ളി സേമിയും ഒക്കെ ഉണ്ടായിനി. റവയൊക്കെ അതിലിട്ടോ കിറ്റില്. അപ്പൊ ഞാൻ പാത്ത ചിക്കൻ മക്കളെ പിടിച്ചു. നിങ്ങളൊക്കെ പാത്രത്തിലുണ്ടോ? ഒട്ടെന്നിട്ടേ അതിന് നോമ്പാണ് പറഞ്ഞിട്ട് കാര്യമില്ല. നോമ്പ് പറഞ്ഞാല് കരക്കം പോയാലും മക്കളെ എവിടെയാ എടുത്തരുമോ? ഇത് എടുത്തരുമോ? ഈ മുന്തിരി പാക്കെങ്കിലും എടുത്തരുമോ? ആ കുട്ടിയിൽ പാത്തച്ചിക്കാണ് ഞാൻ. ഞങ്ങള് വല്ലുള്ളിയിലാട്ടോ വറവിടുക. ചില ഇവിടെയൊക്കെ ചീരുള്ളില് ചില ഭാഗത്തൊക്കെ തോന്നുന്നു. ഉമ്മാര് പഠിപ്പിച്ചു തന്നേല്ലേ. നമ്മളെ വറവിടലൊക്കെ കഴിഞ്ഞു കേട്ടോ. അടിപൊളി പായസമൊക്കെ റെഡി ആയിട്ടുണ്ട്. അതിന്റെ പാകത്തിന് ഇട്ടിട്ടോളൂ കേട്ടോ. നമ്മളെ അമ്മക്ക് ഷുഗർ ഉണ്ട്. അപ്പൊ കിറ്റിൽ എന്തൊക്കെയാണ്? അപ്പൊ അതിന് ക്യാമറ ഓഫായതാട്ട മക്കളെ. ഇച്ചിരി മുന്തിരി, ഒരു വെളിച്ചെണ്ണ പേക്ക്, ഒരു ചായപ്പൊടി പേക്ക്, ഇച്ചിരി അണ്ടിപ്പരിപ്പ്, സേമിയ കണ്ടില്ലേ, പിന്നെ ബിരിയാണി അരി, പിന്നെ ലേശം ചാക്കേരി പച്ചേരി. അൽഹംദുലില്ലാ ആ കുടുംബത്തിന് വയസ്സും സാമ്പത്തികവും ആരോഗ്യവും റബ്ബ് കൊടുക്കട്ടെ. ആമീൻ. ഇനി പറ്റുന്നല്ലേ പോ. ഞാൻ കുട്ടിയില് പാത്തക്കലാണ്. അപ്പൊ ആദ്യമായിട്ട് റമദാൻ കിറ്റ് കിട്ടിയാണ്. ആരും ചോദിച്ചതിന് കമന്റ് ബോക്സിൽ കേട്ടോ. അത് നമ്മളെ ഫാമിലി തന്നെയാണ് തന്നത് കേട്ടോ. സേമിയ പായസം റെഡിയായി. കാക്കു പത്തക്ക ജ്യൂസ് അടിച്ചിട്ടുണ്ട് കേട്ടോ. നാരങ്ങ കൊടുങ്ങാണ്ട് പിന്നെ കാക്കു ആ നെറ്റി കുപ്പി കൊടുത്തപ്പോ പത്തക്ക ആര് വന്നോളൂ? ചുരുമ വന്നോക്കണോ? നോമ്പറക്കാൻ വന്നതാ? ഇത് നോമ്പാറ്റിക്കണോ? എത്ര നോമ്പാറ്റിക്കണു? പിന്നെ ചങ്ങാഴ്ച വന്നിട്ടുണ്ട് കേട്ടോ. നോമ്പറക്കാൻ വന്നാണോള്. അപ്പൊ ഇത്രയൊക്കെ ഉള്ളു നമ്മളെ വീഡിയോ കേട്ടോ. ഇനി നമ്മളെ തിന്നണോ കുടിച്ചണോ ഒന്നും പെടുത്തണില്ല. അപ്പൊ മേശപ്പുറത്ത് വെച്ചിട്ട് ഒന്ന് കാണിച്ചു തരാം. അപ്പൊ ആദ്യത്തെ നോമ്പായോണ്ട് എങ്ങനെയൊക്കെ ഒപ്പിച്ചു. ഒഴിവുള്ള ടൈമില് കണ്ടിട്ടില്ലേലും പുറത്തേക്ക് വെക്കൊണ്ട് ക്യാമറ ആണ്. അപ്പൊ നമ്മളെ
ഇത് പൊന്നൂന് ഉറക്കണ ഒച്ചയാളെ കേൾക്കണം കേട്ടോ. നോമ്പ് ഉറക്കണ നേരത്തെ നിങ്ങളോടുണ്ടോ ഇയാളെ അതേപോലെ ഒച്ചയും വിളി. പൊന്നാര മക്കളെ പെരും ഒച്ചയും വിളിയാണ്. ആ നോമ്പ് ഉറക്കണ നേരത്തെ തന്നെ നെലയും വിളിയും. അപ്പോൾ ഒക്കത്തിന് മടിയിലൊക്കെ വെച്ച് കണ്ടാണ് ചായയൊക്കെ കുടിച്ചത് കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളു വീഡിയോ. എല്ലാവരും കണ്ട് സപ്പോർട്ട് ചെയ്യോണ്ടി. അസ്സലാമു അലൈക്കും. നമ്മളെ വീട്ടിലെ വിഭവങ്ങളൊക്കെ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യ്, കമൻറ്റ് ചെയ്യോണ്ടി.